നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സമരം ചെയ്ത രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് UDF കല്ലറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കളമ്പുകാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കല്ലറ ചന്തക്കവലയിലെത്തി അവസാനിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു. ഈ സമരം ചെയ്യുന്നവരെയൊക്കെ അടിച്ചോടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ മൂന്നാം തവണ അധികാരം കിട്ടിയപ്പോൾ നരേന്ദ്രമോദി തികച്ചും സ്വേച്ഛാധിപതിയായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥിതികളെ ഒന്നും മാനിക്കാതെ പ്രതിപക്ഷം 231 അംഗങ്ങളുള്ള പ്രതിപക്ഷത്തെ പോലും മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം നയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമകരമായ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ആളുകളെ അല്ലെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഡൽഹിയിലാണെങ്കിലും നമ്മൾ കണ്ടു വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് നടത്തിയ ഒരു ഇതാണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇതാണ് കണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടോ? അതെ, വിദ്യാർത്ഥികൾക്ക് നമ്മളറിയാം, ഒത്തിരി വിദ്യാർത്ഥികൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇപ്പം ഇടുക്കി ജില്ലയിലുള്ള കുട്ടികൾ വരെ ഇവിടെ വന്ന് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥയിലാണ് നീറ്റ് പരീക്ഷ. അവരുടെ ഒരു വിദ്യാർത്ഥി മാത്രമല്ല കഷ്ടപ്പെടുന്നത്, ആ കുടുംബം അതിനുവേണ്ടി കൊച്ചുങ്ങളെ ഓളത്ത് വെച്ചാണ് അതുങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കഷ്ടപ്പാട് എടുത്ത് ആദ്യ പരീക്ഷ എഴുതിയവരെയാണ് ആ നിലപാടാണ് നരേന്ദ്രമോദി ഇതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നും സ്വീകരിച്ചില്ല. വെറുതെ ഒരു നീറ്റ് പരീക്ഷ രണ്ടാമതും നടത്തിയെന്നുള്ളതല്ലാതെ ഇതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിലൂടെയാണ് ജനാധിപത്യം കടന്നു പോകുന്നത്. അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. രാഹുൽ ഗാന്ധിയൊക്കെ സമാധാനപരമായി സമരം ചെയ്തതാണ് ഇന്നലെ. അദ്ദേഹത്തെയൊക്കെ വലിച്ചു കീന്തി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ജയിലിലേക്ക് ഇന്നലെ 8:30 അവരെ ഇന്നലെ മോചിപ്പിച്ചത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ അടിച്ചടത്തുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുള്ളത്, അതായത് സ്വേച്ഛാധിപതിയുടെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ അതിനെതിരെ കർശനമായ ഇപ്പോൾ ഒത്തിരി യുവജനങ്ങളുടെ പ്രക്ഷോഭം തന്നെ ഇതിനെതിരെ കടന്നു വരും. അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF കൺവീനർ TM മനോജ്, UDF ചെയർമാൻ KT തോമസ്, NI സൈമൺ, VJ ജനാർദ്ദനൻ, TI ദാമോദരൻ, TK ചന്ദ്രശേഖരൻ നായർ, അജയ് കുമാർ, ആയിഷ റജി, ശ്യാമോഹൻ, അമ്പിളി ബിനീഷ്, ബാബു തയ്യിൽ, ജെയിംസ്, MN രമേശൻ, ജോയി ചാരുകുഴിയിൽ, പൊന്നപ്പൻ, അവിനാശ്, വിശ്വംഭരൻ, സജി ചൂരുവേലിൽ, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു.